Hi everyone. നമ്മൾ നോക്കുന്നത് കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലം ആണ്. നമ്മൾ ഇതിന്റെ മുന്നേ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ലിങ്ക് ഉണ്ട്, ഓൾറെഡി ചെക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോവുക. വീഡിയോസിന്റെ തൊട്ടടുത്ത് കാണുന്നതാണ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്ത് നിങ്ങളെ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കണ്ടിന്യൂറ്റിയുടെ തിയറി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിന്റെ പ്രോബ്ലം സെക്ഷനാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലം എക്സാമിന് വരാറുണ്ട്. ഈ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും വരാറുണ്ട്. 100% ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഏത് വരും എന്നറിയില്ല, നമുക്ക് നോക്കാം. ഈ ഒരു മാക്സിമം ചാൻസിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ നോക്കുകയാണ്. ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ f of x equal to 2x plus 3 at x equal to 1. ക്വസ്റ്റ്യൻ എന്താണ്? f of x equal to 2x plus 3 at x equal to 1. ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 2x plus 3 ആണ്. 2x plus 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലീനിയർ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ax plus b പാറ്റേൺ ആണ്. അപ്പോൾ x ഈക്വൽ ടു 1 ഇത് കണ്ടിന്യൂസ് ആണോ ഇല്ല എന്നാണ് നമ്മളോട് ഇവിടെ ചെക്ക് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു ലീനിയർ ഫംഗ്ഷനും റിയൽ നമ്പറിൽ കണ്ടിന്യൂസ് ആയിരിക്കും. x ഈസ് എ റിയൽ നമ്പർ, അല്ലെങ്കിൽ ഇൻറ്റീജർ ആണ്, അല്ലെങ്കിൽ റിയൽ നമ്പർ ആണ്. അപ്പോൾ റിയൽ നമ്പറിൽ ഒരു ലീനിയർ ഫംഗ്ഷൻ ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാലും ഇത്തരത്തിൽ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ്. കണ്ടിന്യൂസ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലെ, ബ്രേക്കിംഗ് ആണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫോർമുല എന്തായിരുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സിംപ്ലി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം, എഫ് ഓഫ് സി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ സി എന്ന് പറയുന്നതാണ് എന്ത്, എക്സ് ഈക്വൽ ടു സി കോൺസ്റ്റന്റ്. നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നോക്കാം. എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഫംഗ്ഷൻ ഇവിടെ നമുക്ക് എത്ര തന്നുണ്ട്? 2x plus 3 ഈക്വൽ ടു എഫ് ഓഫ് 2 ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് നമ്മൾ അപ്ലൈ, എക്സിന് 1 കൊടുക്കുക എന്നാണ്, എക്സ് കണ്ടെടുത്ത 1 കൊടുക്കുക. ഇവിടെ ഡിവിഷൻ 0യോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം സിംപ്ലി ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ്. സിംപ്ലി ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ 2 × 1 plus 3, 2 × 1 അല്ലെ 2 plus 3 നമുക്ക് എത്ര കിട്ടും? 5 ആണ് കിട്ടുന്നത്. ആൻസർ 5 ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, 5 ആണ്. ഓക്കെ, സിംപ്ലി ജസ്റ്റ് ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 × 1 plus 3. സോ ടോട്ടലി നമുക്ക് എത്ര കിട്ടും? നമുക്ക് 5 കിട്ടും. ഓക്കെ, ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എഫ് ഓഫ് 2 എന്താണെന്ന് കാണും. എഫ് ഓഫ് 2 നമുക്കറിയാം, എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. സിംപ്ലി എഫ് ഓഫ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്ത് നമുക്കറിയാം 2 × 2 plus 3 2 × 2 സോറി എഫ് ഓഫ് നോട്ട് 2 എഫ് ഓഫ് 1 റൈറ്റ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? 2 × again 1 plus 3 ടോട്ടൽ എത്ര നമുക്ക് എത്ര കിട്ടുക? again 5 തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി എഫ് ഓഫ് 1 നമുക്ക് എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൽ 2x plus 3 നമ്മൾ ജസ്റ്റ് എഫ് ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് again 5 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ LHS RHS ഒക്കെ ഓൾറെഡി ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ കോൺസെപ്റ്റ് നിങ്ങൾ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു ലീനിയർ ഫംഗ്ഷൻ ആയാലും ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയാലും ഇത് സാറ്റിസ്ഫൈഡ് ആവും. നിങ്ങൾ ഏതൊരു ലീനിയർ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇവിടെ ലിമിറ്റ് കൊടുക്കുന്ന അതേ റിസൾട്ട് തന്നെ ആയിരിക്കും എഫ് ഓഫ് കോൺസ്റ്റന്റിലും കിട്ടുന്നത്. അപ്പോൾ ലീനിയർ ഫംഗ്ഷൻ ഓൾവേസ് അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഓൾവേസ് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ജനറലി നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം, polynomial functions are continuous at the real number. ആ റിയൽ നമ്പറിൽ, റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ -∞ മുതൽ +∞ വരെ ഏത് റിയൽ നമ്പറിലും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഓവർ. നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് പ്രോബ്ലം ആണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് പ്രീവിയസ് ഇയർ ചോദിച്ചതാണ്. എക്സാമിന് മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് റീഡ് ചെയ്യാം. കൺസിഡർ ദി ഫംഗ്ഷൻ. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എന്താണ്? 2 ഫംഗ്ഷൻ ആയ കാരണമാണ് നമ്മളിവിടെ സെറ്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ 3x - 8 x less than or equal to 5. രണ്ടാമത്തെ ഫംഗ്ഷൻ 2k x greater than 5. അതായത് നിങ്ങൾ എക്സിന്റെ വാല്യൂ 5ഓ 5നെക്കാട്ടും ചെറുതോ ആണെങ്കിൽ, ഫസ്റ്റ് കേസിൽ x less than 5 എന്ന് പറഞ്ഞാൽ x less than or equal to 5 എന്ന് പറഞ്ഞാൽ വാ പൊളിച്ചിരിക്കുന്ന വാണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. x less than or equal to 5 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 5നെക്കാട്ടി ചെറുത് സ്മോൾ, ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ. ചെറുതെന്ന് പറയുമ്പോൾ 4 വരാം, അല്ലെങ്കിൽ 4.00 റിയൽ നമ്പേഴ്സ് ഒക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇൻറ്റീജേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 5 അല്ലെങ്കിൽ 5നെക്കാട്ടി ചെറുതും അല്ലെങ്കിൽ 5നെക്കാട്ടി കൂടുതൽ വരുമ്പോൾ 2 വ്യത്യസ്ത ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് കാണേണ്ടത്. അതെ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to 5. 5ൽ കണ്ടിന്യൂസ് ആവുമ്പോൾ
കെയുടെ വാല്യൂ എന്താണ്? വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇതിൽ നിങ്ങൾ ലേൺ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ഗ്രാഫ് ലേൺ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഇതിന്റെ 2 വ്യത്യസ്ത ഫംഗ്ഷൻ ആണ്. ഇതിപ്പോൾ അപ്രോക്സിമേറ്റ് ഞാൻ ഫംഗ്ഷന്റെ ഗ്രാഫുകൾ വരക്കുകയാണെങ്കിൽ ഇപ്പോൾ സംതിങ് ഇതാണ് 5 എന്നുണ്ടെങ്കിൽ നമുക്കറിയാം 5 ഇത് 5 മൈനസ് 5-നെക്കാട്ടി തൊട്ടടുത്ത് ഈ പോയിന്റിന്റെ തൊട്ടടുത്ത് അടുത്ത് 5 പ്ലസ് എന്ന് പറഞ്ഞാൽ 5.001001 മറ്റേതെന്ന് പറഞ്ഞാൽ 4.9999. അപ്പോൾ ഇതിനെയാണ് 5 മൈനസ് എന്ന് പറയുന്നത് കേട്ടോ. 5 മൈനസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ 5ന്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 5ന്റെ ഏറെക്കുറെ 4.999 മില്യൺസ് ഓഫ് 9 അല്ലെങ്കിൽ അവസാനം ഇല്ലാത്ത ഇൻഫിനിറ്റ് ഓഫ് 9 ആയിരിക്കും. 5-നെക്കാട്ടി തൊട്ട് അതിനെയാണ് 5 മൈനസ് എന്ന് പറയുന്നത്. 5 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ 5.00001. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. മീൻസ് ഡയറക്റ്റ് നമ്മളെ ഫോർമുല ഇതാണ്, ഫോർമുല നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന്റെ വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നത് ഈ ഫസ്റ്റ് 2 എടുത്തിട്ടാണ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. സ്കൂളിൽ ചിലപ്പോൾ ഈക്വൽ ടു എഫ് ഓഫ് സി എടുത്ത് അങ്ങനെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഇത് ഇക്വേഷൻ ഇതാണ്, ക്ലിയർ ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മളെ ലിമിറ്റ് എക്സ് ടെൻസ് സി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ഈക്വൽ 5 ആകുമ്പോൾ 5 മൈനസ് എന്ന് പറഞ്ഞാൽ 5-നെക്കാട്ടി ചെറുത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരുമ്പോൾ നമ്മളെ ഫംഗ്ഷൻ എന്താണ്? 3x - 8 ആണ് അല്ലേ? 3x - 8 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 5-നെക്കാട്ടി കൂടുതൽ വരുമ്പോൾ നമുക്ക് ഓൾറെഡി 5x > 5 ഫംഗ്ഷൻ എന്താണ്? 2 × k അല്ലേ, അല്ലെങ്കിൽ സിംപ്ലി 2k. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ തൊട്ടടുത്ത 5ന്റെ തൊട്ടടുത്ത നമ്പറിനാണ് 5 മൈനസ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇവിടെ ലിമിറ്റ് എക്സിന് എന്തിനെ കൊടുക്കുന്നത്? ആ 5 കോൺസ്റ്റന്റിനെ കൊടുക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്ത് എന്ത് വരും? 3 × 5 - 8 ഈക്വൽ ടു, നിങ്ങൾ നോക്കി നോക്കുക, 5 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, 2ഉം kയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനിൽ ഇപ്പൊ നമുക്ക് അറിയാം ഏതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കില്ല? ചേഞ്ച് ഉണ്ടായിരിക്കില്ല. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആൾവേസ് കോൺസ്റ്റന്റ് അറ്റ് എനി റിയൽ നമ്പർ. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് 2 × k എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ട്. അപ്പോൾ കോൺസ്റ്റന്റ് പാർട്ടിൽ എന്തില്ല? മീൻസ് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല. അതുകൊണ്ട് തന്നെ എക്സിന് 5 കൊടുക്കാൻ ഇതിൽ വേരിയബിൾ ഇല്ല. അതുകൊണ്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്തിനായിരിക്കും? ആ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാലും, കാരണം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേരിയബിൾ ഇല്ല, അതുകൊണ്ട് റിസൾട്ട് എല്ലായ്പ്പോഴും എന്തെന്നായിരിക്കും? 2k തന്നെ ആയിരിക്കും. ഇനി 3 × 5 എത്ര വരും? 15 - 8 ഈക്വൽ ടു എന്ത് വരും? 2k. 15 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 7 ആണ്. a ഈക്വൽ ടു 2k. സോ k ഈക്വൽ ടു നമുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഫൈനലി നമുക്ക് എന്ത് കിട്ടി? 7 ഈക്വൽ ടു 2k, k ഈക്വൽ ടു 7/2. k ഈക്വൽ ടു 7/2. വളരെ നിസ്സാര പ്രോബ്ലം ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ ഫംഗ്ഷനിൽ ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടായിരിക്കാം, മേ ബി സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. ഓക്കെ, ഇനി വരാൻ പോകുന്നത് പറഞ്ഞാൽ 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എക്സസൈസ് ക്വസ്റ്റ്യനിലാണ്, എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 ക്വസ്റ്റ്യൻ, കാരണം അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ എക്സാമിന് സ്റ്റേറ്റ് സിലബസ് ആയാലും cbse ആയാലും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്യാൻ നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണെങ്കിൽ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കാം. Consider the function f colon r to r given by, means real number to real number ആണ്. Input is real number, result real number ആയിരിക്കും. Defined by, first find the relationship between a and b if function is continuous at x equal to, function given ആണ്, function equal to set of all 2 function ഉണ്ട്. First function a plus x if x less than or equal to b minus x if x greater than 2. Find the relationship between a and b. നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നു വേണ്ട. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളതാണ്. സിംപ്ലി അത്രേ ഉള്ളൂ. നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, ഒന്നെങ്കിൽ a + b കിട്ടും, അല്ലെങ്കിൽ a - b കിട്ടും. ഇതിനാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എയും ബിയും തമ്മിലുള്ള റിലേഷൻ, സംതിങ് 2a + b = 5, എന്തെങ്കിലും റിലേഷൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും എയും ബിയും തമ്മിലുള്ള. അത് സിംപ്ലി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫോം ആയിക്കോളും. ഓക്കെ, അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫൈൻഡ് a and b ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 2, അതുപോലെ a + b = 2. a + b ഗിവൺ ആയിട്ട് തന്നിട്ടുണ്ട്, നമുക്ക് എയും ബി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സിംപ്ലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇഫ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 2. 2 കണ്ടിന്യൂസ് ആകുമ്പോൾ സിംപ്ലി കണ്ടിന്യൂസിന്റെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഫോർമുല പ്ലേസ് ചെയ്യലാണ് ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഫോർമുല ഞാൻ പ്ലേസ് ചെയ്യുന്നു. ലിമിറ്റ് x → c - f of x = ലിമിറ്റ്
x tends to c plus f of x equal to f of c നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ട ഏറ്റവും നല്ലത് ഈ ഒരു ഒറ്റ ഫോർമുല നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺഫ്യൂഷനും പ്രോബ്ലം ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, അതിനുശേഷം ഇവിടെ 2 ആണ് നമ്മളോട് പറഞ്ഞില്ല, x equal to 2 എന്നുള്ളതാണ് കോൺസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് വരും, ലിമിറ്റ് x tends to 2 minus f of x എന്ത് വരും, 2 കാട്ടി ചെറുത് വരുമ്പോൾ എന്താണ് വരുന്നത്, a plus x equal to ലിമിറ്റ് x tends to 2 plus 2 എന്ന് പറഞ്ഞാൽ 2 കാട്ടി വാല്യൂ വരുമ്പോൾ എന്താണ് ഫംഗ്ഷൻ b minus x. ഓക്കെ, ഇത് ഓൾറെഡി ഗിവൺ ആണ്, നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, a plus 2 ഈക്വൽ എക്സിനൊക്കെ ഇവിടെ 2 കൊടുത്തു കഴിഞ്ഞാൽ b minus 2 അല്ലേ, b minus 2. പ്രോബ്ലം സിംപ്ലി ഓവർ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ബീനെ അങ്ങോട്ട് കൊടുത്താൽ എന്ത് വരും, a minus b. ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിൽ -2 ഉണ്ട്, +2 കൊണ്ട് പോയി കഴിഞ്ഞാൽ -2. a minus b ഈക്വൽ എന്ത് വരും, a minus b equal to -4. ഇതാണ് റിലേഷൻ, എയും ബിയും തമ്മിലുള്ള റിലേഷൻ സിംപ്ലി എന്താണ്, -4 ആണ്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഫൈൻഡ് ദി a and b. ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to ആൻഡ് അപ്പോൾ ഓൾറെഡി എയും ബിയും കാണുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x equal to ഉണ്ടാകുമ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്ക് ഓൾറെഡി ഗിവൺ ആയി കിട്ടിയിട്ടുണ്ട്, a minus b equal to -4. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കിടന്നോട്ടെ. ഓക്കെ, അത് കൺസിഡർ ചെയ്യാൻ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാരണം കേട്ടോ. ഫൈൻഡ് a and b, ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x equal to ആൻഡ് a plus b equal to equal to. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം ഈ പ്രോബ്ലം എന്താണെന്നുള്ളത്, സിംപ്ലി സോൾവിങ് ആണ്. ഒന്നാമത്തെ a minus b equal to 4, രണ്ടാമത്തെ എന്താണ് a plus b equal to 2. എല്ലാവർക്കും ഇത് സോൾവ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടായിരിക്കും, വളരെ സിമ്പിളാണ്. ഏതെങ്കിലും ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ജസ്റ്റ് സിംപ്ലി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ a എലിമിനേറ്റ് ആവും, a minus a എലിമിനേറ്റ് ആവും. പ്ലസ് ചെയ്താലും -b പ്ലസ് b ആവുമ്പോൾ b എലിമിനേറ്റ് ആവും. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്ലസ് ചെയ്യാണ് സിംപ്ലിഫിക്കേഷന് വേണ്ടി, എളുപ്പത്തിന് വേണ്ടി. a plus a 2a ആഡിങ് കേട്ടോ, -4 plus 2 -4 plus 2 -4 plus 2 -2 അല്ലേ, -4 plus 2 -2. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2/2 2 ക്യാൻസൽ, a സിംപ്ലി -1. a -1 കിട്ടിയ b എത്രയാണ്, കാരണം ഓൾറെഡി റിലേഷനിൽ ഒന്നുകിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫസ്റ്റ് വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ a plus b equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ a -1 ആണ്, എപ്പോഴാണ് 2 ആവുക, b എപ്പോഴാണ് 2 ആവുക അല്ലേ. അപ്പോൾ സിംപ്ലി ഇവിടെ b നിർത്തിയിട്ട് അങ്ങനെ സോൾവ് ചെയ്യാം. 2 - 1 കൊണ്ട് പോയാൽ +1, b equal to 3. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, വളരെ നിസ്സാരമാണ് പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ പാർട്ടിൽ നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം, വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത്, ഇത് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഒരു പാറ്റേൺ ആണ്, എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a and b. ഓക്കെ, ഫൈൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a and b ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, രണ്ട് ഫംഗ്ഷൻ a × x² - 1 bx + 3 തന്നിട്ടുണ്ട്. ഒന്ന് if x less than or equal to x greater than 2. നിങ്ങൾക്ക് ടപ്പ് ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. സിംപ്ലി a - b യുടെ ഒരു ഫോർമേഷൻ കിട്ടും, അതെന്താണെന്നുള്ളതാണ് റിസൾട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഫോർമുല നമ്മൾ ആ ഫോർമുല എടുക്കാം. ലിമിറ്റ് x tends to c minus function equal to limit x tends to c plus f of x. This is the formula. c എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, നമ്മൾ ഓൾറെഡി കോൺസ്റ്റന്റ് 2 തന്നെയാണ് അല്ലേ. കാരണം നമുക്ക് ഇവിടെ 2 ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ എന്ത് മാത്രമേ ഉള്ളൂ, ഒന്ന് x less than or equal to, ഒന്ന് x greater than 2. അപ്പോൾ നമ്മൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എടുക്കാം കോൺസ്റ്റന്റ് ആയിട്ട്, പക്ഷേ നമുക്ക് നിലവിലെ വാല്യൂ അനുസരിച്ച് നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 എടുക്കാം. ഒരുപാട് വ്യത്യസ്ത ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം, ഇവിടെ 2 മാത്രമേ ഇപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലിമിറ്റ് x tends to 2 മൈനസ് ഫംഗ്ഷൻ വരുമ്പോൾ എന്താ വരിക, 2 കാട്ടി ചെറുത് വരുമ്പോൾ നിങ്ങൾക്ക് ബോർഡ് നോക്കി അറിയാം അല്ലേ, a × x² - 1 equal to ലിമിറ്റ് x tends to 2 പ്ലസ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, b × x + 3. ഓക്കെ, ജസ്റ്റ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, a × 2² - 1. ഇവിടെ 2 എന്ത് വരും, എക്സിന് മാത്രം വാല്യൂ കൊടുക്കട്ടാ. 2² എന്ന് പറഞ്ഞാൽ 4, സിംപ്ലി 4 × a - 1 equal to 2b + 3. ഇവിടെ എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരുമിച്ച് എഴുതാന്നുള്ളത് മാത്രമാണ് സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള 2bനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും, 4a - 2b. റൈറ്റ് സൈഡിൽ ഓൾറെഡി 3 -1 കൊണ്ട് പോയി കഴിഞ്ഞാൽ +1. ഇവിടെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം. 4a - 2b കോമൺ 2. ഓക്കെ, ആൻസർ ഓവർ, ബട്ട് കോമൺ ഈസ് 2 അല്ലേ. 2 ഔട്ട് സൈഡ് എന്ത് വരും, 2a - b equal to 4. ഇവിടെ നിങ്ങൾ 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആടാ,
ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. അപ്പോൾ കോമൺ എന്ത് ചെയ്യാം, ഒരു 2 ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 എടുത്തു കഴിഞ്ഞാൽ 2 × a - b = 4. സോ കട്ടിങ് എന്ത് വരും, 2a - b / 4/2 അല്ല ഇൻറ്റു ആണ്. സോ 2 ഡിവിഷൻ പോയ /2. അപ്പോൾ 2a - b = എന്ത് വരുന്നു, 2 ആണ്. ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2a - b = 2. അപ്പോൾ കണ്ടിന്യൂസിയിൽ നമ്മൾ പ്രോബ്ലം കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ മാക്സിമം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സസൈസിലൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഇതൊരു പ്രീവിയസ് ഇയറിനെ കണക്ട് ചെയ്തിട്ട് ചെയ്തതാണ്, ഒരു പ്രോബബിലിറ്റി ആണ് എക്സാം ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത്. കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വരാമെന്നുള്ള ഒരു പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കണ്ടിന്യൂറ്റി ഓവറാണ്. നമ്മൾ ഡിഫറൻസിയേഷൻ്റെ സെക്ഷനാണ്. ഓക്കെ, നമ്മൾ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ നിങ്ങൾ അവരും കൂടി ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെങ്കിൽ അവർക്കൊക്കെ വാട്സപ്പിലൊന്നും ജസ്റ്റ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടെ എന്ത് ചെയ്യും, അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്.